മുഖ്യമന്ത്രിക്ക് ബി.ജെ.പി, ആർ.എസ്.എസ് ബന്ധമെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ പ്രതിപക്ഷത്തിനും പി.വി. അൻവറിനും വീണുകിട്ടിയ പുതിയ ആയുധമാണ് പി.ആർ. ഏജൻസി വിവാദം. മുഖ്യമന്ത്രി എന്തിന് ബി.ജെ.പിയെ സഹായിക്കുന്ന പി.ആർ. ഏജൻസിയെ സമീപിച്ചുവെന്ന ചോദ്യം സർക്കാരിനെ പൊള്ളിക്കുന്നതാണ്. ഇടത് നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഹിന്ദുപത്രം തന്നെ അതിനായി തെരഞ്ഞെടുത്തത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖം തയ്യാറാക്കിയ കെയ്സൺ എന്ന പി.ആർ. ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിംഗ് ബി.ജെ.പിക്കായി പ്രവർത്തിക്കുന്നവരെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആ ചരിത്രം അറിയാതെയാണ് മുഖ്യമന്ത്രി സഹകരിച്ചതെന്ന ന്യായം നിരത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയില്ല. അത് മുന്നിൽ കണ്ടാണ് പി.ആർ. ഏജൻസിക്കെതിരെ കേസെടുക്കുമോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി. ഈ ഏജൻസിക്കുള്ള മറ്റു ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ്. അവരാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ വാചകം പറയിപ്പിച്ചിരിക്കുന്നത്. സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന പൊളിറ്റിക്കൽ നറേറ്റീവാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? മഹാരാഷ്ട്രയിൽ ബി.ജെ.പിക്കു വേണ്ടി കേസൻ പ്രവർത്തിച്ചെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ പിന്തുണയ്ക്കാൻ വിരലിലെണ്ണാവുന്ന മന്ത്രിമാരും നേതാക്കളും മാത്രമേ രംഗത്തു വരാറുള്ളൂ. പി.ആർ. വിവാദത്തിൽ ഇന്ന് ആദ്യം രംഗത്തു വന്നതും പതിവ് മുഖങ്ങൾ തന്നെ. അതിന്റെ പേരിൽ വരാൻ സാധ്യതയുള്ള വ്യാഖ്യാനത്തെ തള്ളുന്നെന്ന് പറഞ്ഞ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അനിഷ്ടം പരസ്യമാക്കി. പല വ്യാഖ്യാനം നൽകും. എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം. ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPIM-നെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും, പറഞ്ഞു തന്നെ പോവും. കൂടുതൽ മന്ത്രിമാരും നേതാക്കളും പ്രതികരിക്കുമെന്ന് റിയാസ് കടത്തിപ്പറഞ്ഞതോടെ മന്ത്രിമാരുടെ നിര തന്നെ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള മത്സരമായി. കോഴിക്കോട്ടെ ഇന്നലത്തെ സമ്മേളനത്തിൽ വിഷയം പരാമർശിച്ച മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ പൊതുപരിപാടിയിൽ മൗനം. കേസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിപ്പറയുമോ അതോ ഇന്നലത്തെ വിശദീകരണത്തിൽ വിഷയം അവസാനിപ്പിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പൊളിറ്റിക്കൽ ഡെസ്ക്, 24.